ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനത്തിൽ പുതുപ്പള്ളിയിലെ കല്ലറ സന്ദർശിക്കുന്ന വി.ഡി. സതീശൻ്റെ ഒരു വീഡിയോ കണ്ടു നോക്കാം. അതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് ശേഷം അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ചില വരികളും നമുക്കൊന്ന് കാണാം. ഒരു സൈഡിൽ കൂടി മാധ്യമങ്ങളും പ്രതിപക്ഷ കക്ഷികളും ഒക്കെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗത്തിൽ വിളിച്ചില്ല എന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കുവാൻ ഇന്നെത്തിയത്. ആ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. ഉമ്മൻചാണ്ടി എന്ന ജനനായകൻ യാത്രയായിട്ട് 3 വർഷം. ആൾക്കൂട്ടത്തെ ആഘോഷമാക്കിയ ഉമ്മൻചാണ്ടി അതേ ആൾക്കൂട്ടത്തെ കണ്ണുനീരണിയിച്ച് മടങ്ങി. 3 വർഷം മുൻപ് പുതുപ്പള്ളി ഹൗസിൽ നിന്ന് ദർബാർ ഹാളും ഇന്ദിരാഭവനും കടന്ന് ഉമ്മൻചാണ്ടി സാർ തിരുവനന്തപുരത്ത് നിന്നും പുതുപ്പള്ളിയിലേക്ക് മടങ്ങി. ജനലക്ഷങ്ങളുടെ സങ്കടക്കടൽ പിന്നിട്ട് ഞാനും സഹപ്രവർത്തകർക്കൊപ്പം അദ്ദേഹത്തെ അനുഗമിച്ചു. ഏത് പ്രതിസന്ധിയിലും ഉമ്മൻചാണ്ടി എന്നൊരാൾ ഫോണിൻ്റെ അല്ലെങ്കിൽ ഒരു നിവേദനത്തിൻ്റെ മറുതലക്കിൽ ഉണ്ടെന്നത് ലോകത്ത് ആകമാനമുള്ള മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു. ഉമ്മൻചാണ്ടിയാകുക എന്നത് ആർക്കും സാധിക്കില്ല. പക്ഷേ ഒരു സാധാരണക്കാരനെ ചേർത്ത് പിടിക്കുക എന്നത് ഓരോ പൊതുപ്രവർത്തകൻ്റെയും ചുമതലയാണെന്ന് ഉമ്മൻചാണ്ടി സാർ നമ്മളെ പഠിപ്പിച്ചത്. ഉമ്മൻചാണ്ടി സാർ ഇരുന്ന അതേ കസേരയിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ ആകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അവസാന ആശ്രയമായി തേടിയെത്തുന്നവർക്ക് മുൻപിൽ അവരുടെ ഉമ്മൻചാണ്ടിയാകുക എന്നത് കാലം ആവശ്യപ്പെടുന്നതാണ്. ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം. ഇതാണ് സതീശൻ്റെ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള കുറിപ്പ്. എക്കാലവും മലയാളികൾ ഓർത്തിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.